കാസർഗോഡ് നിന്ന് വന്ന ഒരു വാർത്തയിലേക്കാണ്. അവിടെ ബോവിക്കാനം AUP സ്കൂളിലെ ക്ലാസ് റൂമിന് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു. നഴ്സറി ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളും കുട്ടികളുടെ കളിക്കോപ്പുകളും ഒക്കെ കത്തി നശിച്ചു. സ്കൂൾ മാനേജ്മെന്റ് നൽകിയ പരാതിയിൽ ഇപ്പോൾ ആദൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ക്ലാസ്സിലേക്ക് അധ്യാപിക എത്തിയപ്പോഴാണ് ബെഞ്ചും പാഠപുസ്തകങ്ങളും കളിക്കോപ്പുകളും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ടീച്ചേഴ്സ് ക്ലാസ് തുറക്കാൻ വരുന്ന സമയത്താണ് നമ്മുടെ കുട്ടികളുടെ ഒരുപാട് പുസ്തകങ്ങൾ വാരി വലിച്ചിട്ടിട്ട് മുഴുവൻ തീ കത്തിച്ച നിലയിലാണ് കണ്ടത്. ഇന്ന് രാവിലെ തുറക്കുമ്പോഴത്തേക്കാണ് ഇത് കണ്ടത്. സമാനമായ സംഭവം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് മുറിയുടെ ഗ്രിൽസ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഗ്രൗണ്ടിന്റെ മതിൽ ഒരു ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസും നിരവധി വീടുകളും സമീപത്തുണ്ടെങ്കിലും ഗ്രൗണ്ടിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ക്ലാസ് റൂമുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. CCTV ഇല്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ സുരക്ഷിത താവളം കൂടിയാണ് ഇവിടം. മുമ്പുണ്ടായിരുന്നു താഴത്ത് നമ്മളെ UP സ്കൂളിൽ ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. പല പ്രാവശ്യങ്ങളും ഫാനും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടുപോയ സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ തീയിട്ട് നശിപ്പിച്ച സംഭവങ്ങളുണ്ടായിരുന്നു. CCTV വേണം, സ്ഥാപിക്കണം. ഇതുപോലുള്ള സാമൂഹിക ദ്രോഹികൾ പ്രശ്നങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഞ്ചായത്തിനോടും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും എല്ലാവരോടും ഞങ്ങൾ ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിക്രമം ചൂണ്ടിക്കാട്ടി സ്കൂൾ മാനേജ്മെന്റ് പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ആദൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത് മൂന്നാം തവണയാണ് ബോവിക്കാനം AUP സ്കൂളിലേക്ക് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം നടക്കുന്നത്. ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. വിവിധ ജില്ലകളിലെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പ്രേക്ഷകർ ഇപ്പോഴും യൂട്യൂബിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നു.